മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുകയാണ്. 10:30 ആണ് രാജിക്കത്ത് കൈമാറുക. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. ജിതിൻ, ഉമ്മൻചാണ്ടി സർക്കാരിന് ഔദ്യോഗികമായി പുറത്തേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴായിരിക്കും ആ ഒരു കൃത്യം നിർവഹിക്കുക ഔദ്യോഗികമായി? അതിന്റെ സാങ്കേതിക ശ്രമങ്ങൾ പൂർത്തിയാക്കാനായി ഇപ്പോൾ നിന്നും രാജ്യത്തിനകം തന്നെ അദ്ദേഹം ഗവർണറെ കാണാനായി പോകുന്നു. 10:30 രാജ്യം സന്ദർശിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെയും മന്ത്രിസഭയുടെയും രാജ്യം സന്ദർശിക്കുക എന്നാണ് അറിയുന്നത്. 10:30 രാജ്ഭവനിൽ ഗവർണറെ കണ്ട അദ്ദേഹം മന്ത്രിസഭയുടെ രാജി സമർപ്പിക്കും. പിന്നീട് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതുവരെ കെയർടേക്കർ മന്ത്രിസഭയായി കാവൽ മുഖ്യമന്ത്രിയായി തുടരേണ്ടത് അതിന്റെ ഔപചാരികതയാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച സാങ്കേതിക നടപടിക്രമങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കും. രാജ്യത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്കാണ് മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനായി അദ്ദേഹം പോകുന്നത് എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. എന്തായാലും 10:20 തന്നെ ക്ലിഫ് ഹൗസിൽ നിന്നും രാജ്ഭവനിലേക്ക് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താനായി മുഖ്യമന്ത്രി 10:20 തന്നെ ക്ലിഫ് ഹൗസിൽ നിന്നും ഇറങ്ങും. ഒപ്പം തന്നെ അടുത്തതായി കോൺഗ്രസ് ജനവിധി മാനിച്ചുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം ഉമ്മൻചാണ്ടി അല്പസമയത്തിനകം നടത്തും. ഗവർണർക്ക് 10:30 രാജിക്കത്ത് കൈമാറും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് LDF അധികാരത്തിലേക്ക് എത്തുന്നത്. 140 സീറ്റുകളിൽ 91 സീറ്റുകൾ നേടിയാണ് LDF അധികാരം പിടിച്ചെടുത്തത്. UDFന് 47 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. നേമത്ത് BJP വിജയിച്ചു. മുതിർന്ന LDF നേതാക്കളായ പിണറായി വിജയനും VS അച്യുതാനന്ദനും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പതിനൊന്ന് ജില്ലകളിലും വ്യക്തമായ മേൽക്കൈയോടെയാണ് LDF അധികാരം പിടിച്ചെടുത്തത്. കൊല്ലം, തൃശൂർ ജില്ലകൾ LDF തൂത്തുവാരുകയായിരുന്നു. UDFന്റെ കോട്ടയായി അറിയപ്പെടുന്ന പത്തനംതിട്ടയിൽ 4 സീറ്റുകളിലാണ് LDF വിജയം കൈവരിച്ചത്. ഇവിടെ UDFിൽ നിന്ന് അടൂർ പ്രകാശിന് മാത്രമാണ് വിജയം നേടാനായത്. ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലും മിന്നുന്ന വിജയമാണ് LDF കൈവരിച്ചത്. മലപ്പുറം, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകൾ മാത്രമാണ് UDFന് അല്പമെങ്കിലും ആശ്വാസം നൽകിയത്. മുതിർന്ന LDF നേതാക്കളായ പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ എന്നിവർ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പിണറായി വിജയന് 36,905 വോട്ടിന്റെയും VS അച്യുതാനന്ദന് 27,142 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 47 സീറ്റുകളിലേക്ക് UDF ചുരുങ്ങിയപ്പോൾ കോൺഗ്രസിന് 21 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ലീഗ് 17 സീറ്റുകളിൽ വിജയിച്ച് ഏകദേശം കോൺഗ്രസിനൊപ്പം തന്നെ എത്തുകയും ചെയ്തു. UDFിലെ പ്രമുഖരായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KM മാണി, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ വിജയിച്ചു. ജനതാദൾ U, RSP, CMP എന്നീ UDF ഘടകകക്ഷികൾ സംപൂജ്യരായി മാറി. MV ശ്രേയാംസ്കുമാറും CP ജോണും, ഷിബു ബേബി ജോണും, A അസീസും, KP മോഹനനും തകർന്നടിഞ്ഞു. കേരള കോൺഗ്രസ് വിട്ട് LDFിലെത്തിയ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ 4 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിച്ച PC ജോർജിന് വിജയം കൈവരിക്കാനായി. അതേസമയം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് BJPയുമായി കൂട്ടുചേർന്ന് മത്സരിച്ച BDJSന് തിരിച്ചടി നേരിടേണ്ടിയും വന്നു. നിർണായക ശക്തിയായി മാറുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. നേമത്ത് രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്നത് മാത്രമാണ് BJPക്ക് ആശ്വാസമായി മാറുന്നത്. 10-ന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നും നിർണായക ശക്തിയായി മാറുമെന്നുമായിരുന്നു BJPയുടെ വാദം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ, കൊല്ലം ജില്ലകളിൽ മുഴുവൻ സീറ്റുകൾ നേടിയാണ് LDF കുതിപ്പ് നടത്തിയത്. ആലപ്പുഴ, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ ഭൂരിഭാഗം സീറ്റുകളും LDF തൂത്തുവാരി. സംസ്ഥാനത്തെ ശക്തമായ ഇടതുതരംഗത്തിൽ തൃശൂർ, കൊല്ലം ജില്ലകളിലെ മുഴുവൻ UDF കോട്ടകളും തകർന്നടിഞ്ഞു. കൊല്ലത്ത് ആകെയുള്ള 11 സീറ്റുകളിൽ 11 LDF നേടി. കൊല്ലത്തെ ഇടത് തേരോട്ടത്തിൽ RSP എന്ന പാർട്ടി തന്നെ നാമാവിശേഷമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി AA അസീസ്, മന്ത്രി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള മുഴുവൻ RSP സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. സിനിമാ താരങ്ങളും LDF സ്ഥാനാർത്ഥികളുമായ മുകേഷും KB ഗണേഷ് കുമാറും മികച്ച വിജയം നേടി. തൃശൂരിലും LDF സമഗ്രാധിപത്യം നേടി. കോൺഗ്രസിനേറെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന തൃശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ VS സുനിൽകുമാറിനോട് അടിയറവ് പറഞ്ഞു. കുന്നംകുളത്ത് AC മൊയ്തീൻ CP ജോണിനെ പരാജയപ്പെടുത്തി. സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു. വെള്ളാപ്പള്ളിയുടെ BDJS നിർണായക ശക്തിയാകുമെന്ന് കരുതിയിരുന്ന ആലപ്പുഴ ജില്ലയിൽ LDF വൻ മുന്നേറ്റമാണ് നടത്തിയത്. ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ 8ഉം LDF നേടി. ചെങ്ങന്നൂരിൽ PC വിശ്വനാഥിനെ അട്ടിമറിച്ച് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK രാമചന്ദ്രൻ നായർ വിജയിയായി. ഡോക്ടർ തോമസ് ഐസക്, G സുധാകരൻ, പ്രതിഭാഹരി ഉൾപ്പെടെയുള്ളവരും മികച്ച വിജയം നേടി. BDJS പൂർണ്ണമായും അപ്രസക്തമായി. കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 11 LDFിനാണ്.
തിരുവമ്പാടിയിൽ ജോർജൻ തോമസും കൊടുപള്ളിയിൽ കാരാട്ട് റസാഖും UDF സ്ഥാനാർത്ഥികളെ അട്ടിമറിച്ച് വിജയക്കൊടി പാറിച്ചു. വടകരയിൽ CK നാണു നേടിയ വിജയവും ശ്രദ്ധേയമായി. TP രാമകൃഷ്ണൻ, A പ്രദീപ്കുമാർ, VKC മുഹമ്മദ് കോയ, പുരുഷൻ കടലുണ്ടി, EK വിജയൻ തുടങ്ങിയവരും മികച്ച വിജയമാണ് നേടിയത്. സംസ്ഥാനത്തുണ്ടായ ശക്തമായ ഇടതു തരംഗത്തിൽ കൊല്ലവും തൃശ്ശൂരും പൂർണ്ണമായി ചുവന്നു. മറ്റ് ജില്ലകളിലും വൻ മുന്നേറ്റമാണ് LDF നടത്തിയത്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. മുഖ്യമന്ത്രി 2-3 ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസും RSSും ഒത്തുകളിച്ചതിനാലാണ് O രാജഗോപാൽ വിജയിച്ചതെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിയ പിണറായി വിജയനും ഇന്നലെ വൈകിട്ടെത്തിയ VSനും CPM പ്രവർത്തകരും നേതാക്കളും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ധർമ്മടത്തെ വൻ വിജയത്തിന് ശേഷം ആദ്യമായി തലസ്ഥാന നഗരിയിലെത്തിയ പിണറായി വിജയന് റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. BJPയുടെ വിജയം കോൺഗ്രസുമായുള്ള ഒത്തുകളിയുടെ ഫലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസും RSSും ഒത്തുകളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് O രാജഗോപാലിന് ജയിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി തീരുമാനം 2-3 ദിവസത്തിനുള്ളിൽ ഏതായാലും ഉണ്ടാവും. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ ചേർന്നാണ് പിണറായിയെ സ്വീകരിച്ചത്. മലമ്പുഴയിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും തലസ്ഥാന നഗരിയിൽ തിരികെയെത്തി. ഊഷ്മളമായ സ്വീകരണമാണ് VSനും പാർട്ടി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. ഇടതുമുന്നണിക്ക് മികച്ച വിജയം സമ്മാനിച്ച ജനത്തിന് VS നന്ദി രേഖപ്പെടുത്തി. നൽകിയ ജനങ്ങൾക്ക് നന്ദി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിക്കത്ത് കൈമാറാൻ ഗവർണറുടെ അടുത്തേക്ക് പോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാജ്ഭവനകത്തേക്ക് മുഖ്യമന്ത്രി കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ്. അനിവാര്യമായ സാഹചര്യത്തിൽ ജനവിധി മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിക്കത്ത് കൈമാറുന്നു ഔദ്യോഗികമായി. അതിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് ചേരും. LDF മികച്ച ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മന്ത്രിമാരെ സംബന്ധിച്ചും ചർച്ച നടക്കും. ഘടകകക്ഷികൾക്ക് നൽകേണ്ട മന്ത്രിസ്ഥാനം സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. വിശദാംശങ്ങൾ ദിനകർ നൽകും. ദിനകർ, എന്തായാലും ജനവിധി സംബന്ധിച്ച് വലിയ ഒരു വിജയം, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി, അത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളിലേക്ക് ഇന്നെന്തായാലും കിടക്കും. അതിനേക്കാൾ ഉപരി ആര് നയിക്കും എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള തീരുമാനം ആരായിരിക്കുമെന്ന് എന്നുള്ള കാര്യത്തിലൊക്കെ എപ്പോഴായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോവുക? ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു കഴിഞ്ഞോ? പ്രജീഷ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. AKG സെൻറ്ററിലാണ് യോഗം ചേരുക. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് AKG സെൻറ്ററിൽ യോഗം ചേരും. LDF മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച ചർച്ച ഇന്നത്തെ യോഗത്തിൽ നടക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് എന്നിവർ യോഗത്തിൽ സംബന്ധിക്കും. സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ആരംഭിക്കും. 10:45 കൂടിയായിരിക്കും പ്രകാശ് കാരാട്ടും ഒപ്പം സീതാറാം യെച്ചൂരിയും AKG സെൻറ്ററിൽ എത്തിച്ചേരുക. ഈ യോഗത്തിൽ വിജയത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തും. 91 സീറ്റ് എന്ന മികച്ച ഭൂരിപക്ഷത്തിനാണ് LDF അധികാരത്തിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മന്ത്രിമാരെ സംബന്ധിച്ചും ഘടകകക്ഷികൾക്ക് നൽകേണ്ട മന്ത്രിമാരെ സംബന്ധിച്ചും എത്ര മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ളത് സംബന്ധിച്ചുമുള്ള ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ നടക്കും. ഉച്ചയ്ക്ക് ശേഷം ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമായും 2 ദിവസത്തിനകം മന്ത്രിമാരെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും തീരുമാനം ആകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഏകദേശ ധാരണയിലേക്ക് എത്തും എന്നും നമുക്ക് സൂചനയുണ്ട്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നാളെ MN സ്മാരകത്തിൽ യോഗം ചേരുന്നുണ്ട്. അവരുടെ മന്ത്രിമാരെ സംബന്ധിച്ചും മറ്റും ചർച്ച ചെയ്യുകയായിരിക്കും ലക്ഷ്യം. എന്തായാലും മികച്ച വിജയം LDFന് കേരള ജനത നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലുകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. പ്രജീഷ്.